ആദ്യം തന്നെ നമ്മുടെ വെളിയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ, റോഡിൻ്റെ വെളിയിൽ നിന്ന് വരുന്നത്. ഗേറ്റൊക്കെ ഞാൻ തുറന്നിട്ടേ കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ചൂവിനെ അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല. ഈ നമ്മുടെ മതിൽ കഴിഞ്ഞ് അതിനപ്പുറത്തോട് ചേർന്നാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അവരുടെ ഇതും കൊണ്ട്. കാണിക്കുന്ന ഫോട്ടോയ്ക്കകത്തോടെ കണ്ടില്ലേ വീടിൻ്റെ ഫ്രണ്ടൊക്കെ തന്നെ. അങ്ങനെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം. പിന്നെ നമ്മുടെ ചേട്ടൻ്റെ പേരാണ്, നമ്മുടെ വീട്ടുപേരൊക്കെ കണ്ടോ, സന്തോഷ് കുമാർ, സന്തോഷ് ഭവൻ, ഇതൊക്കെയാണ് വീട്ടുപേര്. പിന്നെ കുറേ ചെടികളൊക്കെ. എനിക്കാണെങ്കിൽ വീട് വെച്ച സമയത്ത് ചെടികളൊക്കെ ഇഷ്ടം പോലെ വെക്കുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ എവിടെ കണ്ടാലും മേടിച്ചുകൊണ്ട് വരും ചെടികളൊക്കെ. നേഴ്സറി പോയൊക്കെ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അവർ നമുക്ക് ഡയറക്റ്റ് ഇനി കൊണ്ട് തന്ന് വണ്ടിയിൽ അവരെല്ലാം തന്നെ. നമുക്ക് ഇഷ്ടം പോലായിരുന്നു ചെടികൾ. എന്നുവെച്ചാൽ കുറേയൊക്കെ അങ്ങ് പോയി. അതിന് ശേഷം പിന്നെ അതിൻ്റെ ഒരു ഇതങ്ങ് നിന്ന്. പിന്നെ നമ്മുടെ കിണറിനൊക്കെ കണ്ട പെയിൻറ്റിങ് ഒക്കെ, ഇതൊക്കെ നമ്മുടെ മോഡ പണികളാണ്. അതായത് നമ്മുടെ മതിലിനൊക്കെ പെയിൻ്റ് അടിച്ച് ബാക്കി വന്ന് വെച്ച് കിണറങ്ങ് ഡിസൈൻ ചെയ്ത്. പിന്നെ ഇതാ കസാരയൊക്കെ കിടക്കുന്ന വെച്ചാൽ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വന്നിരിക്കും മുറ്റത്ത്. രാത്രിയിലും അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇത് ഞങ്ങളുടെ തെറ്റിയാണ്, ചുമലത്തെറ്റി കൊണ്ടൊരു നിറച്ച് പോകുമെന്ന് വെച്ചാൽ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഈ പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ നമ്മൾ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മക്കളുടെ മീൻ വളർത്തുന്നതാണെന്ന് വെച്ചാൽ വലിയ മീനൊന്നുമല്ല, ഗപ്പിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, പല സാരിവാലൻ അങ്ങനെയൊക്കെ. അപ്പം നല്ല ചൂടായതുകൊണ്ട് അതെല്ലാം ഇട്ട് മൂടി ഇട്ടേക്കുക, ഭയങ്കര വെയിലല്ലേ. പിന്നെ നമ്മുടെ ചെറിയൊരു കുഞ്ഞി പ്ലാവ്, അത് പണ്ട് ഞാൻ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതേ ചക്കയൊക്കെ പിടി, ഇപ്രാവശ്യം ഒന്നും പിടിച്ചില്ല, അതിലെന്തോ. പിന്നെ ഇത് മാവ്, അത് മാവ് തൈ, അതേലും ഒന്നും അങ്ങനെയൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ പ്ലാവ് നിൽക്കുന്ന കണ്ടോ, ഇതേലെന്തായാലും ഈ പ്രാവശ്യം ഞൊരാന്നും പറഞ്ഞ് ചക്കയൊക്കെ ഇഷ്ടക്കണക്കിന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ വെട്ടിയെടുക്കാം. അപ്പോൾ ആദ്യമൊക്കെ ഇതേലാണെങ്കിൽ ചക്കയൊന്നും പിടിക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ. ചോദിച്ചാൽ എന്താ അങ്ങനെ. പിന്നെ അമ്പലത്തിൽ നിന്ന് പട്ടൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ കെട്ടുമല്ലോ നമ്മളിങ്ങനെ ചക്കയൊക്കെ പിടിക്കാനായിട്ട്. അപ്പം അതങ്ങോട്ട് പട്ട അങ്ങോട്ട് കൊണ്ട് കെട്ടി അതിന് ശേഷം പിന്നെ അവിടെ കെട്ടിയെടുത്ത് തന്നെ അങ്ങ് അടുപ്പിച്ച് ഞാൻ പറഞ്ഞങ്ങ് ചക്കയായിരുന്നു ഇഷ്ടക്കണക്കിനങ്ങ്. പിന്നെ അങ്ങ് മണ്ടയ്ക്ക് വരെ നിൽക്കും. ഇതൊക്കെ എങ്ങനെ പിച്ചുവോ ആവോ, ഇഷ്ടക്കണക്കിനുണ്ട്. പിന്നെ താഴെയൊക്കെ നിൽക്കുന്ന കണ്ടോ, നമ്മുടെ വീടിന് കിഴക്കേ വശമാണ് ഇത്. അപ്പം പോച്ചയൊക്കെ പറിച്ച് കളഞ്ഞ പിന്നെ ഇത് തന്നെ. പിന്നെ നമ്മുടെ വീടിന് 4 വശം ഇതേപോലെ മതിലിട്ടേക്കും, അതിനപ്പുറം കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. അപ്പം അതതിന് ഗേറ്റൊക്കെ ഇട്ട് വെളിയിലോട്ട്. പിന്നെ നമ്മുടെ നനകല്ലൊക്കെ കണ്ടോ, ഇടയ്ക്കൊക്കെ ഇവിടെ കഴിയും, നമ്മൾ മെഷീനുള്ളതുകൊണ്ട് അതിനകത്ത് തുണിയൊക്കെ അലക്കുന്നത്. പിന്നെ അയ്യൊക്കെ വൃത്തിയാക്കി ഇട്ടേക്കും, എല്ലാം പോച്ചയെല്ലാം ചെത്തി വാരി. പക്ഷേ ഇനിയിപ്പോൾ കണ്ടോണം, മഴയാകുമ്പോഴത്തേനെല്ലാം കാട് പിടിക്കും. മോൻ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ അടുക്കള വശമാണ് ഇവിടെ കണ്ടോ, നിറച്ച് തുണി ഉണ്ടായിരുന്നു, ഇഷ്ടക്കണക്കിനുണ്ടായിരുന്നു, എല്ലാം കഴുകിയിട്ടേക്ക്. വശം നിറയെ തുണിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് വശത്തോട്ട് വന്നു. അപ്പോൾ ഫ്രണ്ട് വശം കണ്ടോ, ഫ്രണ്ട് വശം ഞാൻ മുമ്പേ കാണിച്ചില്ല. എന്നിട്ട് നീ നമ്മുടെ കിട്ടുവിനെ കാണിക്കാം. കിട്ടുക്കുട്ടനെ കണ്ടോ, കിട്ടുക്കുട്ടൻ്റെ കൂടൊക്കെ കണ്ടോ. ഇപ്പോഴേ ഞാൻ അവനെ കുറച്ച് നേരത്തേക്കൊന്ന് കൂട്ടിപ്പിടിച്ചിട്ട് അവനിങ്ങനെ മൗനിച്ചിരിക്കുന്നു. അവൻ എപ്പോഴും ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉല്ലസിച്ചിങ്ങനെ നടക്കണം. അവന് കിട്ടു ഇങ്ങനെ വിളിക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കും, പൊട്ടൊക്കെ തൊട്ട് വെച്ചേക്കുന്നുണ്ട്. ഇങ്ങനെ മൗനിച്ചിരിക്കാൻ തുറന്നു വിടാൻ അവൻ്റെ നമ്പറാണ് ഇതൊക്കെ. ഇങ്ങനെ അനങ്ങാണ്ടിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മളങ്ങ് തുറന്നു വിടുമല്ലോ. ഇതൊക്കെ കിട്ടു എന്നൊക്കെ പേരെഴുതിയാണ്. ഇതൊക്കെ എൻ്റെ മോടെ കലാപരിപാടികളാണ് ഇതെല്ലാം തന്നെ. പിന്നെ മുല്ലയൊക്കെ, തുളസി, കുറേ ഇഷ്ടംപോലെ ചെടിയുണ്ടായിരുന്നു, കുറേയൊക്കെ എല്ലാം പോയി. പിന്നെ മഞ്ഞച്ചമ്പരത്തി, പിന്നെ റെഡ് പാം. 2 സൈഡിൽ ഓരോന്നുണ്ട്. ഒരെണ്ണമാണെങ്കിൽ ഉണങ്ങിപ്പോയി, ഒരു സൈഡിലെ ഗേറ്റിൻ്റെ വാതിലിൽ. പിന്നെ ഒരു സൈഡിൽ ഇതേപോലെ നിൽപ്പുണ്ട്. പിന്നെ അതുകൂടാണ്ട് പിന്നെന്തുവാ, പിന്നെ നേരത്തെ എല്ലാം ചെടികളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം അങ്ങ് പോയി. കിട്ടുവിന് ഞാൻ അഴിച്ചു വിട്ട്, അപ്പോൾ അവനൊരാശ്വാസമായി. പിന്നെ ഇനി നമ്മുടെ ഷെഡിനൊക്കെ കാണിക്കുക, നമ്മുടെ വണ്ടിയൊക്കെ വെക്കുന്നത്. വണ്ടി വെക്കുന്ന വെച്ച് നിങ്ങൾ വരയ്ക്കും വല്ല BMW ഒക്കെ ആയിരിക്കും, അതൊന്നും അല്ല കേട്ടോ, നമ്മുടെ സ്കൂട്ടറാണ്. ഇതാണ് എൻ്റെ സ്കൂട്ടർ. പിന്നെ ബിയോ, ചേട്ടൻ്റെ ബുള്ളറ്റും കൊണ്ട് ചേട്ടൻ പുറത്തോട്ട് വരെ എൻ്റെ പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെന്തുവാ, ഇപ്പോൾ കണ്ട നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു 7 വർഷം കഴിഞ്ഞാലും പുതിയതുപോലെ ഇരിക്കും, നമ്മളത് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ മക്കളുടെ സൈക്കിള്, മോൻ്റെ 2 സൈക്കിള്, മോടെ ഒരെണ്ണം. പിന്നെ കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് കൊടുത്ത് ഞങ്ങൾ. ഇനി വേറെ ഒരു നല്ല വണ്ടി എടുക്കാമല്ലോ എന്ന് ചൊല്ലി അങ്ങനെ
പിന്നെ ഇനി ഇതൊക്കെയാ. പിന്നെ ചാക്കി നിറച്ച് വാരി വെച്ചേക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അതാ. ഇനി ഹരിതകർമ്മസേന വരത്തില്ല മുനിസിപ്പാലിറ്റി, അവർക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ വെച്ചേക്കുക. പിന്നെ മുറ്റത്തൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ചിപ്സ് പൊടി ഉണ്ടല്ലോ, അതിങ്ങനെ നിരത്തിയേക്കുക. പിന്നെ ഈ നമ്മുടെ സ്റ്റെയർക്ക് മണ്ട ടെറസിൻ്റെ മുകളിൽ കാണിക്കാം. അപ്പോൾ അതാ നമ്മുടെ വീട്ടിലെ വെള്ളമൊന്നും അത്ര കൊള്ളത്തിലെന്നല്ല, അതായത് മഞ്ഞ നിറത്തിലിരിക്കുക വെള്ളമൊക്കെ കുടിക്കുക. അപ്പോൾ നമ്മൾ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഇനിയും സ്റ്റെപ്പ് കയറാം, നമുക്ക് മണ്ടയ്ക്ക് ഓട്ട് പോകാം. മണ്ടയ്ക്കൊക്കെ കയറുന്നതെന്ന് വെച്ചൊരു ചടങ്ങാട്ടോ. എപ്പോഴും നമ്മളൊന്നും കയറില്ല, വല്ല തേങ്ങയൊക്കെ ഉണക്കണമെങ്കിലും അങ്ങനെയൊക്കെ. പക്ഷെ ഭയങ്കര വെയിൽ, നമ്മൾ കരിഞ്ഞു പോടേന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് ചൂടാ മണ്ടയ്ക്ക്. അപ്പോൾ നമ്മളെ കിട്ടൂന് പേടിയായിരുന്നു നേരത്തെയൊക്കെ സ്റ്റെപ്പ് കയറി. ഇപ്പോൾ എൻ്റെ കൂടെ അവൻ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് വെച്ചാൽ മറ്റേ സ്റ്റെപ്പ് പോലല്ല, അല്ലെങ്കിൽ അടിക്കടം ഊർന്ന് പോയാലും മതി, അങ്ങനെയുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അതാ ഇങ്ങനെ വന്ന് നമ്മളിപ്പോൾ വൈകുന്നേരമായിട്ട് നല്ല വെയിൽ കണ്ടോ. അങ്ങനെ ആ മണ്ടയ്ക്ക് ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇതെല്ലാം പണിയെന്ന് വെച്ചാൽ എൻ്റെ ആങ്ങളെയാട്ടോ, ആങ്ങളെ വെൽഡറൊക്കെയാ. ഇത് കണ്ട്, ഇതൊക്കെ കണ്ട് ഇപ്പോൾ കരിമ്പാല് പിടിച്ച് കിടക്കുന്നു മൊത്തം. പെയിൻ്റ് അടിച്ചതൊക്കെ തന്നെ കിട്ടുവിനെ മണ്ടയ്ക്ക് എടുത്തിരുത്തിയെന്ന് വെച്ചാൽ അവൻ ഇതെല്ലാം ഓടി നടക്കുന്നു കണ്ടോ. എവിടെ വിട്ടവൻ താഴെങ്ങാനും പോയി എന്തോ കൊടുക്കാൻ ഞാൻ മണ്ടയ്ക്ക് പിടിച്ചിരുത്തിയതാണ്. അപ്പോൾ 2 ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം പണിഞ്ഞതും സ്റ്റാൻഡൊക്കെ അടിച്ചൊക്കെ, ഇതെല്ലാം എൻ്റെ ആങ്ങളെ സ്റ്റെപ്പ് ഗേറ്റൊക്കെ കണ്ടായിരുന്നു നിങ്ങൾ, അതൊക്കെ. പിന്നെ ഇനി കാണിക്കാവേ. പിന്നെ കാണിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ടയ്ക്ക് എന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇപ്പുറത്ത് കിടക്കുന്ന സ്ഥലമൊക്കെ കണ്ടോ. അവിടെയൊക്കെ ഒത്തിരി തെങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട് നിൽക്കുന്നിടത്തൊക്കെ ഒരുപാട് തെങ്ങുണ്ടായിരുന്നു, എല്ലാം വെട്ടി വീട് ആ സ്ഥാനത്താണ് വന്നത് അതുകൊണ്ട്. പിന്നെ ഇതാണ്ട് നമ്മുടെ വീടിന് അപ്പുറം ഇപ്പുറമൊക്കെ അടുപ്പിച്ച് വീടുകളുണ്ട്. പിന്നെ ആ നീല ഷീറ്റിട്ട വീട് കണ്ടോ, അതിനപ്പുറമായിട്ടൊരു ഇത് കണ്ടോ വീട്. ആ വീട്ടിലാണ് നമ്മൾ വീട് പണി സമയത്തൊക്കെ വാടകയ്ക്ക് താമസിച്ചത്. ഓടിട്ട ഒരു വീട്, അവിടെയാണ് വാടകയ്ക്ക് താമസിച്ചത്. പിന്നെ അതുകൂടാണ്ട് പിന്നെ ഇതാണ്ട് ഇപ്പുറത്തൊക്കെ വീടുകളാണ്. ഇവിടെ രാജസ്ഥാൻകാർ ആ ഒരു വീട്ടിൽ താമസിക്കുന്നത്. പിന്നെ ഇതാണ്ട് ഇവിടെയൊക്കെ അപ്പുറത്തൊക്കെ തൊട്ട് അപ്പുറത്തെ വീടിൻ്റെ നമ്മുടെ പടിഞ്ഞാറേപ്പുറത്തെ വീടാണ്. പിന്നെ നമ്മുടെ ഷെഡിൻ്റെ പുറം നിറച്ച് കരിയില കിടക്കുന്നു കണ്ടോ. ഇനി മഴയ്ക്ക് മുമ്പ് ഇതെല്ലാം വൃത്തിയാക്കണം. പിന്നെ ഇതാ ഇങ്ങനെ കാണിക്കാവേ. പിന്നെ എന്തുവാ നമ്മുടെ അപ്പുറത്തൊക്കെ അങ്ങോട്ട് വീടുകളുണ്ട്. പിന്നെ കണിക്കൊന്ന നിൽക്കുന്നത് കണ്ടോ, വിഷു ആയാലും അതിന് മുമ്പേ കണിക്കൊന്ന പൂത്ത്. നമ്മൾ അവിടെ നിന്ന് പൂവൊക്കെ പിച്ചിന്ന് കണിക്കൊന്ന പൂവ് കൊണ്ടാ വീട്ടിൽ കണ്ടോ നിറച്ച് പൂത്തിരിക്കുന്നു. പിന്നെ ഇതാ നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറോട്ടുള്ള കോൺക്രീറ്റ് റോഡാണ് കേട്ടോ ഇത് അങ്ങോട്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ, നേരത്തെ ഇട്ടിട്ടുണ്ടേ. എൻ്റെ വീട് വെച്ചിട്ട് ഏകദേശം 7 വർഷം, അപ്പോഴത്തെ ഇട്ടിട്ടുണ്ടേ പറുകോളയൊക്കെ കണ്ടോ ഇങ്ങനെയൊക്കെ ഗ്ലാസ്സൊക്കെ. എന്തായാലും ഈ ഇടയ്ക്ക് നാൾ തേച്ച് കഴിയുകൊണ്ട് കുഴപ്പമില്ല, ചേട്ടനെല്ലാം കഴുകി ഇട്ടേക്കുന്നത്. പിന്നെ കിണർ ഫ്രണ്ട് വശമൊക്കെ കണ്ടോ. ഇങ്ങനെ കാണിക്കാം. പിന്നെ അതായത് ലക്ഷ്മി തരുവാണേ, അതായത് വീട്ടിലൊക്കെ വെച്ച നല്ല ഐശ്വര്യമൊക്കെ. ഇതിപ്പോൾ നിറച്ച് കായൊക്കെ പിടിച്ച് വയ്ക്കുന്നുണ്ട്, നല്ല ഐശ്വര്യമൊക്കെയാണ് പറയുന്നത് കേൾക്കാം. ഇത് ഞാനും അങ്ങനെയൊക്കെ കൊണ്ട് വെച്ച് ഇപ്പോൾ നല്ലവണ്ണം പൂത്ത് അത് കായൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ. ഈ പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും മരമല്ലേ, അപ്പോൾ ഒരു തണല അങ്ങനെയൊക്കെ അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ്ടേ വീടിന് കിഴക്കേപ്പുറമാണ്, അവിടെ സ്ഥലം മാത്രമായിട്ട് ഇങ്ങനെ കിടക്കുക, അവിടെ വീടൊന്നുമില്ല. അതെൻ്റെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സ്ഥലമാണ് കിടക്കുന്നത്. പിന്നെ അപ്പം നമ്മുടെ കിട്ടു ഇതാണ്ട് അവൻ എന്തോ അവിടെ നിന്ന് കിട്ടി, അവനതെടുത്ത് കടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ എത്തി നോക്കുന്നുണ്ട് അവനാ. ഇനി നമുക്ക് താഴോട്ടിറങ്ങാം. താഴോട്ടിറങ്ങുന്നേയും കീറുന്നേയും ഒരു ചടങ്ങ് കേട്ടോ. അങ്ങനെ നമുക്ക് താഴോട്ട് പോവാം. ആദ്യമൊക്കെ സമയത്ത് എനിക്ക് ഇതേ സ്റ്റെയർ കയറുന്നതേ പേടിയായിരുന്നു കേട്ടോ. ആദ്യമേ ഉണ്ടാക്കിയപ്പോഴൊക്കെ എൻ്റെ ആങ്ങളെ എന്നെ പിടിച്ച് കയറ്റി ഇവിടം വരെ കൊണ്ടുപോയത്. പിന്നെ അങ്ങോട്ട് എനിക്ക് കയറുന്ന എനിക്ക് പേടിയാണ്. പിന്നെ ഇപ്പം എന്തായാലും കയറി അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല. ഇത്ര ഇതല്ലേ ഇങ്ങനെ ഈ ഗ്യാപ്പ് വരുന്ന സ്റ്റെപ്പേ. എനിക്കിതാ നമ്മുടെ പോച്ചയൊക്കെ ഉണ്ട്, ഗ്രാമലായതുകൊണ്ട് ഭയങ്കര പോച്ച. ഇപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് ഒഴുകുന്ന വെള്ളം വീഴുന്നതുകൊണ്ട് അവിടെ അങ്ങ് വീണ്ടും പോച്ചേ. ഈ നമ്മുടെ പെരയ്ക്കകത്തോട്ട് കയറാം കേട്ടോ. കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ സിറ്റ് ഔട്ട് കാണണ്ടേ. അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ട് ഇത് കണ്ടോ, ഒരു ബുദ്ധൻ്റെയൊക്കെ, ഇതൊക്കെ എൻ്റെ മോള് വരച്ച് വെച്ചേ കേട്ടോ. കണ്ടോ ബുദ്ധൻ്റെ ഒരു പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ, വീടിൻ്റെ വാതിലിൽ തന്നെ. പിന്നെന്തോ ഇതാ നമ്മുടെ സിറ്റ് ഔട്ട്, നമ്മുടെ ഹെൽമെറ്റൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇതാ വിളക്കൊക്കെ ഇവിടെ നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. ഇതൊക്കെയാണ് സിറ്റ് ഔട്ട്.
പിന്നെ ഹാൻഡ് റെയിലിൻ്റെ പണിയൊക്കെ ഇതും എൻ്റെ ആങ്ങളെയാട്ടോ ചെയ്തത്. പിന്നെ ഇനി നമ്മുടെ ഹാളിനകത്തോട്ട് കയറി. ഹാളിനകത്തോട്ട് കയറി കണ്ടോ, ഇതാണ് നമ്മുടെ ഹാളിനകം. ഫ്രണ്ട് വശം സെറ്റ് ദിവാങ്കോട്ട് മണ്ടയ്ക്ക് കിടന്നു. പിന്നെ ഈ ഇടയ്ക്ക് ചേട്ടനെടുത്ത് താഴെ കൊണ്ടിട്ട്. പിന്നെ നമ്മുടെ ടി വി ഒക്കെ എന്ന് വെച്ചാൽ പഴയ ടി വിയാണ്, പണ്ടത്തെ വീടുള്ളപ്പോൾ ടി വിയാണ്, ഒന്നും മാറിയിട്ടൊന്നുമില്ല. പിന്നെ അതാ ഷോക്കേസ് കണ്ടോ, എൻ്റെ മോനാണ് ഇത് ഇപ്പുറത്തെ മോള് നീല ഇതൊക്കെ ഇട്ടേക്കുന്നത് എൻ്റെ മോള്, കുഞ്ഞിലത്തെ ഫോട്ടോ അവരുടെ. പിന്നെ നമ്മുടെ ഷോക്കേസിനൊക്കെ വേണ്ടി കാണുന്നതൊക്കെ തന്നെ ഇതൊക്കെ കുപ്പിയുടെ പെയിൻറ്റിങ് ഇടയ്ക്ക് ഞാനും ചെയ്തിട്ടുണ്ട്, മോളും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ അവരുടെ കുഞ്ഞിലത്തെ, പിന്നെ ട്രോഫി അവർക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയ. പിന്നെ 2 പേരും ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ അവർക്ക് ക്ലാസ്സിന് പോകാൻ പറ്റുന്നില്ല, പഠിത്തമൊക്കെ ആയതുകൊണ്ട്. അവരുടെ ബെൽറ്റുകളൊക്കെ അവരുടെ അച്ഛനെല്ലാം അടുക്കി വെച്ച്. ഇത് പിന്നെ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ മോടെ 3ാമത്തെ ബർത്ത്ഡേക്ക് എടുത്ത 3 വയസ്സിൽ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോ കേട്ടോ. അതൊക്കെ ഇങ്ങനെ അവൾ തന്നെ ചെയ്ത് വെച്ചേക്കും അതൊക്കെ. പിന്നെ ഞാനും ചേട്ടനെ മോൻ നിൽക്കുന്നത് കണ്ടോ, നീല ടീഷർട്ട് ഇട്ടുണ്ട് അത്. പിന്നെ അവരുടെ കുറേ ടോയ്സൊക്കെ കുഞ്ഞിലത്തെയൊക്കെ ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എന്തുവാ, ഇത് ചേട്ടൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും നിൽക്കുന്നത് കണ്ടോ, കാണാൻ പറ്റണില്ല. പിന്നെ അതാ ഒരു ബർത്ത്ഡേയുടെ ഇതൊക്കെയാണ്, തൊപ്പിയൊക്കെ ഇരിക്കുന്നത് കണ്ടോ. പിന്നെ എന്തൊക്കെയാ, അങ്ങനെയൊക്കെ ഇത്രയൊക്കെ. പിന്നെ ഇത് മോടെ ഫോട്ടോ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഒരെണ്ണം. പിന്നെ ഇപ്പുറത്ത് ഞാനും ചേട്ടനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ. അങ്ങോട്ട് എനിക്ക് കൈ എത്തുന്നില്ല, ഒരുമാതിരിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ. ഫോട്ടോ ഫ്രെയിം ചെയ്യിപ്പിച്ചേക്കാം. പിന്നെ വേറെ ഒന്നും ഫ്രെയിം ചെയ്യിപ്പിച്ചിട്ടില്ല, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ചേച്ചി കൊണ്ടു തന്നൊരു ഫോട്ടോയാണ് കേട്ടോ, അതിങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി എന്തോ കാണിക്കുന്നത്, പിന്നെയെന്ന് വെച്ചാൽ മോനവിടെ നിൽക്കുന്നു കണ്ടോ, ഹാളിനകമൊക്കെ കണ്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കാം. പിന്നെ ഇപ്പുറത്തോട്ട് മാറി അതിനകത്ത് തന്നെ ഹാളിൽ തന്നെ പിന്നെ ഡൈനിങ് ടേബിള് 6 ചെയറിൻ്റെയാണ് എല്ലാം കൂടെ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കുക, 4 എണ്ണം മതിയല്ലോ നമുക്ക്, എല്ലാം കൂടെ ആവശ്യമില്ല. പിന്നെ ഏത്തയ്ക്കയൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത്, പച്ചക്കായാണ്. അപ്പം ഇന്നലെ കൊണ്ടുവന്ന് മേടിച്ച വറക്കാവുന്ന ജെല്ലി മേടിച്ച് വെച്ചാൽ വറുത്തത് ഒന്നുമില്ല, അതുപോലെ അവിടെ ഇരിപ്പുണ്ട്, മിക്കവാറും പഴുക്കും. പിന്നെ വാഷ് ബേസിന്, പിന്നെ ഇപ്പുറത്ത് വാഷിംഗ് മെഷീന്. പിന്നെന്തുവാ ഇപ്പോൾ കണ്ടോ. പിന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മുടെ ഇൻവെർട്ടറൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇനി നമ്മുടെ മോൻ്റെ മുറിയിലോട്ട് പോകാം. താഴെ ഒരു ബെഡ്റൂമാണ്, നമ്മുടെ മോൻ്റെ റൂമിലോട്ട് കയറുക. ഇതാണ് നമ്മുടെ മോൻ്റെ റൂം. സ്റ്റാൻഡ് മറ്റേ സ്റ്റാൻഡൊക്കെ ഇരിക്കുന്നുണ്ട. പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നു. പിന്നെ അവൻ്റെ ചെരുപ്പുകളും അതും ഇതുമൊക്കെയാണ് വേണ്ടേ. അവൻ പഠിക്കുന്ന ടേബിള്. പിന്നെന്തുവാ, പിന്നെതാ അവൻ്റെ തുണിയൊക്കെ തന്നെ മടക്കി ഇട്ടേക്കുന്നു. പിന്നെ ഇത് അലമാരി കണ്ടോ, എൻ്റെ കല്യാണത്തിന് അടുക്കള കാണലിന് കൊണ്ടുവന്നതാണ് ഈ അലമാരി കേട്ടോ. വലിയൊരു അലമാരിയായത്. പിന്നെ അടുത്തതായിട്ട് അവൻ കിടക്കുന്ന കട്ടിലൊക്കെ കേട്ടോ. നല്ല ബെഡ്ഷീറ്റ് ഈ ലൈറ്റ് കളറൊക്കെ ഇട്ട് കൊടുത്താലുണ്ട്. 2 പേര് മാർക്കർ സ്കെച്ചൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് അതേ പറ്റിക്കുക, അതുകൊണ്ട് ആ കളറിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. വൈറ്റൊക്കെ ഇട്ട് കൊടുത്താൽ അത് എപ്പോഴേ. പിന്നെ നമുക്കിതാ ഇത് ഞാൻ ഈ മീഷോയിൽ നിന്ന് മേടിച്ചു കേട്ടോ, ആ വളയും നമ്മുടെ ഇതൊക്കെ ഇട്ട് സ്റ്റാൻഡ് പോലത്തെ അതൊക്കെ, അല്ലാതെ ഇതൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇതാ കണ്ട മോൻ്റെ റൂമൊക്കെ കട്ടിലും ഇതൊക്കെ അവൻ കിടക്കുന്നത്. പിന്നെ നമ്മുടെ താഴത്തെ ഒരു ബാത്റൂമുണ്ട് ഇതാണ്ട് കേട്ടോ, ഇതാണ് ബാത്റൂം. പിന്നെ ഇനി അടുക്കളയിലോട്ട് പോകാം. അപ്പോൾ അടുക്കളയ്ക്കായത് ഇൻഡക്ഷൻ കുക്കർ, പിന്നെ ഓവന്. ഒരു സമയത്ത് എനിക്ക് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് അന്നേരം ഭയങ്കര ഇതാണ്, എപ്പോഴും കേക്ക് ഉണ്ടാക്കലായിരുന്നു, പല ടൈപ്പ്. ഇപ്പം അതിൻ്റെ ഒരു ഇത് കുറഞ്ഞ്, ഇപ്പോൾ ഉണ്ടാക്കത്തേ ഇല്ല, ഓവൻ മേടിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുക. പിന്നെ തോട്ടുപുളിയൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്ന് കുറേയൊക്കെ ഇട്ട് വെച്ച്, ബാക്കി ഇനി ഇരിപ്പുണ്ട് ഇനി ഇടാനായിട്ട്. പിന്നെ എന്തുവാ, പിന്നെ റൈസ് കുക്കറിനകത്ത് നമ്മൾ ചോറൊക്കെ വെക്കുന്നത്. ഉച്ചയ്ക്ക് മാത്രം ഒരു ശകലം ചോറിന്, പിന്നെ വൈകിട്ട് വേറെ എന്തെങ്കിലുമല്ലേ. അപ്പോൾ റൈസ് കുക്കറിനകത്താണ് വെക്കുന്നത്. എനിക്കാണ് അടുക്കള ഒന്നേ ഉള്ളൂ, വർക്ക് ഏരിയ ഒന്നുമില്ല കേട്ടോ. അപ്പുറത്തോട്ട് നമുക്ക് അങ്ങനെ സ്ഥലം ഇതില്ലായിരുന്നു. പിന്നെ അങ്ങനെ അടുക്കള ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെറിയൊരു അടുക്കളയാണ്. നമ്മൾ ഒത്തിരി അടുക്കള അങ്ങ് വലുതാക്കലല്ലെന്ന് പറഞ്ഞേ, കൊച്ചടുക്കള. ഇതിൻ്റെ കാര്യമൊക്കെ ഉള്ളൂ. പിന്നെ ഫ്രിഡ്ജ്. പിന്നെന്തുവാ, പിന്നെ കാണിക്കാവേ, ഇതിന് മണ്ടയ്ക്ക് കണ്ടോ.
പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഒന്നും എടുക്കത്തില്ലെന്ന് മാത്രമേ. വല്ല വിശേഷത്തിനെങ്ങാനും എടുക്കും. പിന്നെ ഞാൻ ഇതൊക്കെ നിങ്ങളെ ഷോർട്ട് വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ കാണുമല്ലോ അടുക്കളയ്ക്കൊക്കെ. അപ്പോൾ ഇതാ സ്റ്റൗവൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ 7 വർഷമായി വീട് വെച്ചിട്ട്. അന്ന് പാലുകാച്ചി കഴിഞ്ഞപ്പോൾ മേടിച്ച സ്റ്റൗവാട്ടോ. പക്ഷേ ഇതേവരെ ചിലർ പറയും ഗ്ലാസിൻ്റെ അടുപ്പാകുമ്പോൾ പെട്ടെന്ന് കേടാകും, ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോകുന്നു. പക്ഷേ ഇതേവരെ ഒരു കുഴപ്പവും. പിന്നെ മിക്സിയൊക്കെ എന്ന് വെച്ചാൽ നമ്മളിവിടെ താമസമായി മേടിച്ച് ഏകദേശം ഒരു 15 വർഷത്തോളം ആകുന്നെന്ന് തോന്നുന്നു മിക്സിയൊക്കെ കേട്ടോ. കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ മുകളിലോട്ട് പോകാം. മുകളിലോട്ട് പോകാനേ ഇതാണ്ട് വെയിറ്റ് മെഷീനൊക്കെ കണ്ട് ഇടയ്ക്കെടുത്ത് വെയിറ്റൊക്കെ നോക്കി. ഇപ്പോൾ ഇത്തിരി വെയിറ്റൊക്കെ കൂടുതലാണ്, എന്ന് വന്നാലും നോക്കും എടുത്തൊക്കെ. പിന്നെ മണ്ടയ്ക്കോട്ട് പോയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, മോടെ കുറച്ച് പെയിൻറ്റിങ് വർക്കൊക്കെ ഇല്ലേ, ഇതാ ക്യാരംസ് ബോർഡ്, അതൊക്കെ ഇടയ്ക്കെടുത്തൊക്കെ ഞാൻ ചുമ്മാ ഇരിക്കും. ഇപ്പോൾ ഇവർക്ക് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെയൊക്കെ എടുത്ത് അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കളിക്കാറൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാ മണ്ടയ്ക്കോട്ട് പോയപ്പോഴാണ് മോടെ പെയിൻറ്റിങ് വർക്കൊക്കെ ഉണ്ടല്ലോ, കാണിച്ചില്ല. ഇത് കണ്ടോ, ഇതെല്ലാം ഇവിടെ എല്ലാം അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ വരയൊന്നും, ഇപ്പം വരയ്ക്കാൻ സമയമില്ല. വീടൊക്കെ വെച്ച് ആ ഒരു സമയത്തായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടി. ഇപ്പോൾ അങ്ങനെ വരപ്പങ്ങനെ വലുതായിട്ടില്ല. പിന്നെ ഇതാ ഈ മുകളിലോട്ട് പോകാം. സ്റ്റെയർ കയറി മണ്ടയ്ക്കോട്ട് ചെല്ലുമ്പം നമ്മൾ ഹോളിലോട്ടാണ് ചെല്ലുന്നത്. അതായത് ഹോള്, അവിടെ ഒരു കട്ടിലിട്ടേപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും വരുവാണെങ്കിലോ എന്ന് പറഞ്ഞ് കിടക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമുക്ക് സിറ്റ് ഔട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. മണ്ടയ്ക്ക് താഴത്തേനേക്കാളും വലിയ സിറ്റ് ഔട്ടാണ് കേട്ടോ മണ്ടയ്ക്കലത്തെ. ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ട്. പടിഞ്ഞാറ് സൈഡിൽ നമ്മൾ ഈ പനമ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിലും പിന്നെ പൊടിയും അടിച്ചങ്ങ് കീറി. ഇപ്പം എനിക്ക് അത്രയും കുറവുണ്ടെന്ന് തോന്നുന്നത്. അവനും മണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇരിക്കാൻ നല്ല ഇതാണ്, കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരമൊക്കെ ഇരിക്കാൻ നല്ല സുഖമാണ്. കിടക്കാൻ നേരമൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കും. ഇപ്പോൾ കണ്ടോ മണ്ടയ്ക്കലത്തെ ഒരു വ്യൂ ഒക്കെ, അതുകൊണ്ട് തൊട്ടപ്പുറത്തെ വീട് കണ്ടോ. പിന്നെ ഇതാ മണ്ടയ്ക്ക് നിന്നുകൊണ്ടുള്ള ഒരു ഇപ്പുറമൊക്കെ കണ്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇതാ ലക്ഷ്മി തരൂ നിൽക്കുന്നു. വേണ്ടേ. പിന്നെ അതുകൊണ്ട് അപ്പുറത്ത് ഈ വസ്തുവിനപ്പുറം അങ്ങോട്ടൊക്കെ കണ്ടമൊക്കെ ഉണ്ട് കണ്ടോ, അങ്ങോട്ടൊക്കെ കണ്ടം. അങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ ഹാളിനകം ഹാളിനകം ഞാൻ പറഞ്ഞില്ലേ, ഇതാ തയ്യൽ മെഷീനൊക്കെ ഉണ്ട് എൻ്റെ. ഇടയ്ക്കൊക്കെ തയ്ക്കാൻ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇവിടെ കിടക്കാമെന്ന് ചൊല്ലി ഇങ്ങനെ ഒരു കട്ടിലൂടെ മേടിച്ചിട്ട്. പിന്നെ ഇതാ മുകളിൽ തന്നെ ഒരു ബാത്റൂമുണ്ട്. പിന്നെ ഇനി അടുത്തതായിട്ട് എൻ്റെ മോടെ റൂം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മോടെ മുറി. ഇപ്പോൾ കണ്ടോ, ഇനിയും ഉണ്ട് കുറേ പാവകളൊക്കെ, അതൊക്കെ എടുത്ത് മാറ്റി അവൾ എന്തുവാമേ വിചാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ കുഞ്ഞിലത്തെ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, പാവകളൊക്കെ തന്നെ. പിന്നെ ഇതൊക്കെ അവൾ ഓരോന്ന് ഉണ്ടാക്കി ഇങ്ങനെ വെക്കുന്നതാണ് അവിടെ റൂമിനാകും ഇതൊക്കെ. പിന്നെ അവിടെ കുറേ ഫോട്ടോസൊക്കെ കാണിക്കുന്നത് എൻ്റെ കുഞ്ഞിലത്തെ. ഈ ബർത്ത്ഡേക്ക് അവിടെ ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തേ അവൾക്ക് ഫോട്ടോകളൊക്കെ തന്നെ. ഇത് കണ്ട കുഞ്ഞിലത്തെ ഒരു 1.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഉള്ള ഫോട്ടോ ഇത്. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ പനിയായിട്ട് കിടക്കുമ്പോൾ കയ്യിൽ ഇതൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു 1.5 വർഷത്തിന്, ഇത് LKG പഠിക്കുമ്പോൾ ഉള്ള ഫോട്ടോ കേട്ടോ അത്. അങ്ങനെ കുറേ ഉണ്ട്, അതെല്ലാം ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുന്നു. പിന്നെ ആണെങ്കിൽ പിന്നെ അവിടെ കട്ടിലൊക്കെ പിന്നെ ഇത് ആരാണ്ട് ഫ്രണ്ട്സൊക്കെ കൊണ്ട് കൊടുത്തതാ. പിന്നെ ഇതാണ് അവൾ പഠിക്കുന്ന ടേബിള്. അങ്ങനെ ഇവിടെയുണ്ട് കുറേ, എവിടെ നോക്കിയാലും അവിടെ കലാപരിപാടികളൊക്കെയാണ് കണ്ടോ. അവിടെ റൂമിലും ഉണ്ട് കുറേ പെയിൻറ്റിങ്ങുകളൊക്കെ തന്നെ. ഇതൊക്കെയാണ് അവിടെ റൂമിലെ കാഴ്ചകൾ. ഞങ്ങളുടെ റൂം കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ ഇവിടെ എൻ്റെ മോള് ഇതിനകത്ത് ഇരുന്നുണ്ടായിരുന്നല്ലോ ലൈവൊക്കെ ഇടുന്നത്, അപ്പോൾ നിങ്ങൾ കാണാറുണ്ടല്ലോ. ഇതിനകത്തും ഉണ്ട് എൻ്റെ മോടെ കുറേ കലാപരിപാടികൾ കണ്ടോ. ഇത് മൊത്തം ഇതവിടെ. പിന്നെ കാണിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ.
ഇതൊക്കെ ചേട്ടൻ്റെയൊക്കെ പെട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, തുണിയൊക്കെ സ്റ്റാൻഡ് ഒക്കെ ഉണ്ടോ. ഇനി ഇതാണ് നമ്മുടെ കട്ടിലൊക്കെ കണ്ടോ. അവിടെ അതൊക്കെ എൻ്റെ മോടെ പണികളെ പടമൊക്കെ വരച്ച് വെച്ചേക്കുന്നത് കണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള ചില ഇതൊക്കെയുണ്ട്. എല്ലാവരും അവിടെ ഒരു ഇപ്പോൾ റൂമൊക്കെ കണ്ടോ. അപ്പോൾ എൻ്റെ വീടൊക്കെ കണ്ടല്ലോ എല്ലാവരും. അതായത് ഇപ്പോഴത്തെ മോഡൽ വീടൊന്നും അല്ല, ഇപ്പോൾ ഒരു 7 വർഷത്തോളം പഴക്കമുണ്ട് ഈ വീടിന്. അന്നത്തെ ഒരു ഇതിലുള്ള വീടാണ്, ഇപ്പോൾ ഇപ്പോഴത്തെ മോഡലൊന്നും അല്ല. പിന്നെ അപ്പോൾ വീടിന് ഫ്രണ്ട് വശമൊന്നും എനിക്ക് ഒരുപാട് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വീടിന് റോഡ് കണ്ട, റോഡിന് അപ്പുറത്ത് അവരുടെ മതിലും എല്ലാം കണ്ട. അപ്പം നമുക്ക് ഒത്തിരി സ്പേസ് ഇല്ല അങ്ങോട്ട് നിന്ന് പിടിക്കാനായിട്ട്. അപ്പം ഇപ്പോഴത്തെ ട്രെൻഡൊന്നും അല്ല, ഇപ്പോൾ ഒരു 7 വർഷത്തോളം പഴക്കമുണ്ട് വീടിന്. ആ ഒരു ഇതിലുള്ള വീടാണ്. പിന്നെ റൂമിലൊക്കെ കണ്ടോ, കബോർഡ് വർക്കൊക്കെ റൂമിലൊക്കെ നമുക്ക് ഷെൽഫൊക്കെ കുറച്ച് പണി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒരു വീടൊക്കെ വെക്കാനായിട്ടിരിക്കുക. നമ്മൾ ഡിസൈൻ ചെയ്തുള്ള അത്ര വലുതൊന്നും അല്ല. എനിക്ക് 2 നില വീട് ഇഷ്ടമല്ല, ഒറ്റ നില വീട് ഒരു വീടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ വെക്കാനൊക്കെ ഇരിക്കുക. അതുകൊണ്ട് നമ്മളിവിടെ ഒന്നും ചെയ്യാറൊക്കെ ഇരിക്കുന്നത്. അതായത് കബോർഡ് വർക്കൊന്നും തന്നെ റൂമിലൊക്കെ ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ മൊത്തം ഗ്രാവലായതുകൊണ്ട് പോച്ച മൊത്തം കീറിക്കൊണ്ടിരിക്കും. കണ്ടില്ല, നിങ്ങൾ ഈ ഇടയ്ക്കെല്ലാം വൃത്തിയാക്കിയതാണ്. പിന്നെ അപ്പുറത്ത് നമ്മൾ വീടിന് ചുറ്റും മതിലിട്ടുകൊണ്ട് അപ്പുറത്ത് കുറച്ച് അയ്യം കിടപ്പുണ്ട്. അവിടെയെല്ലാം ഇപ്പോൾ എല്ലാം വൃത്തിയാക്കി ഇട്ടേക്കുക. പിന്നെ ഇവിടുത്തെ ചിത്രപ്പണികളൊക്കെ കണ്ടില്ലേ, മോള് കുറേ പടങ്ങളൊക്കെ വരച്ച. അത് ഒരു ഇച്ചിരിയും കൂടെ ചെറുതിലേ വരച്ച. അവിടെ അന്ന് വീടൊക്കെ വെച്ച ആ ഒരു സമയത്തൊക്കെ വരച്ചത്. ഇപ്പം അങ്ങനെ പടം വര പഠിക്കാനുള്ളതുകൊണ്ട് അങ്ങനെ പടം വരയില്ല. എന്നാലും ഭിത്തിക്കൊന്നും അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇപ്പം അങ്ങനെ ഇല്ല. പിന്നെ ഇത്രയൊക്കെ വിശേഷം. പക്ഷേ എനിക്ക് 2 നില വീടൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമേ അല്ല. പിന്നെ എനിക്ക് ഒറ്റ നില വീടാണ് ഇഷ്ടം. അപ്പോൾ നമ്മളിനി അങ്ങനെ ഒരു വീടൊക്കെ വെക്കാനിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കബോർഡ് വർക്കൊന്നും ചെയ്യാതെ നമ്മളിരിക്കുന്നത്. അടുക്കളയിലും കണ്ടോ, ആ ഒരു നിരപ്പിന് മാത്രമേ ഉള്ളൂ, മറ്റേ സൈഡിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാനും വേണ്ടി ഇരിക്കുക, വേറെ ഒരു വീടൊക്കെ വെച്ചിട്ട്. അങ്ങനെ അതിനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ പുലിക്കുട്ട ഇരിക്കണ്ട, തെറ്റിപ്പോ കേട്ടോ, പുലിക്കുട്ടനെ കണ്ടിരിക്കുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വണ്ടിക്കകത്തിരുന്നതാണ്. പിന്നെ അന്നേരം എടുത്ത് ഇങ്ങോട്ട് വിളിച്ചു, നിങ്ങളെന്താ റൂമിനകത്തിനിയും ഇത് പിടിച്ച് വെച്ചേക്കെന്ന് വിചാരിക്കും. അപ്പം ഇത്രയൊക്കെയാ. പിന്നെ നമ്മുടെ ചേട്ടനാണെ പുറത്ത് പോയിക്കുന്നത് കേട്ടോ. പിന്നെ മോനെ കണ്ടല്ലോ, എൻ്റെ കൂടെ അവൻ കയറിയൊക്കെ വന്ന്. പിന്നെ മോള് അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട്, അവളെ പറയത്തില്ല അങ്ങനെ, അവൾ വീഡിയോയിലൊന്നും വരുത്തില്ല, അങ്ങനെയൊക്കെയാണ്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. പിന്നെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കും. പിന്നെ വീടിനകമൊന്നും ചിലവരൊക്കെ കാണാത്തതുകൊണ്ട് അന്ന് ഒന്ന് രണ്ട് പേരൊക്കെ ലൈവ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇതേപോലെയൊക്കെ കാണിച്ചായിരുന്നു. ഇത്ര വലിയ വീടൊന്നും അല്ല, ഇതൊക്കെ തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. ഞങ്ങൾ 4 പേരടങ്ങുന്ന ചെറിയ കുടുംബം, മോന്, മോള്, പിന്നെ ചേട്ടൻ. അപ്പോൾ ഇത്രയും പേരാണ്. പിന്നെ ചേട്ടൻ്റെ പെട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ ഒക്കെ കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ദിവ്യ.